ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കൺഫ്യൂസ്ഡ് ആയിട്ടുമുള്ള ഒരു ടോപ്പിക്കായ ആറ്റംസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The word atom is derived from the Greek word atomos, which means indivisible. ആറ്റം എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡായ അറ്റോമോസിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അറ്റോമോസിന്റെ അർത്ഥം? ഇൻഡിവിസിബിൾ അല്ലെങ്കിൽ അൺകട്ടബിൾ എന്നാണ് അറ്റോമോസ് എന്നുള്ളൊരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കാത്തവ. അപ്പൊ എന്താണ് പറഞ്ഞത്? The word atom is derived from the Greek word atomos, which means indivisible. ആറ്റം എന്നുള്ള ഒരു പദം ഗ്രീക്ക് നാമമായ അറ്റോമോസിൽ നിന്നാണ് വന്നത്. അറ്റോമോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കാത്തവ, ഇൻഡിവിസിബിൾ ഓർ അൺകട്ടബിൾ. ആറ്റം എന്നുള്ളൊരു പദം അല്ലെങ്കിൽ ആറ്റം എന്നുള്ളൊരു വേർഡ് ആദ്യമായി കോയിൻ ചെയ്തത് ആരാന്നറിയാമോ? The word atom was introduced by Ostwald. ആദ്യമായി ആറ്റം എന്നുള്ളൊരു പദം ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് എന്നുള്ളൊരു സയന്റിസ്റ്റ് ആണ് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. The word atom was introduced by Ostwald. OSTWALD. ആറ്റം സിദ്ധാന്തത്തെ കുറിച്ച് പ്രസ്താവിച്ച ഒരു ഇന്ത്യൻ വംശജനാണ് കണാദ മുനി. ആറ്റം സിദ്ധാന്തത്തെ കുറിച്ച് പ്രസ്താവിച്ച ഇന്ത്യൻ വംശജൻ ആരാണ്? കണാദ മുനി. Around 500 BC, an Indian philosopher Maharshi Kanad first time postulated the concept of atom. അപ്പം ആറ്റം സിദ്ധാന്തത്തെക്കുറിച്ച് പ്രസ്താവിച്ച ഇന്ത്യൻ വംശജൻ കണാദ മുനിയാണ്. ആദ്യമായി ആറ്റം എന്നുള്ളൊരു പദം കോയിൻ ചെയ്തത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. പക്ഷേ ആറ്റം കണ്ടുപിടിച്ചത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് അപ്പോൾ ആരായിരിക്കാം? ജോൺ ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. 1808 ഡാൾട്ടൺ ആണ് ആറ്റത്തിനെ കുറിച്ച് ഒരു തിയറി കണ്ടെത്തുന്നത്. അപ്പൊ ആ തിയറിക്ക് എന്താണ് അദ്ദേഹം പേരിട്ടത്? ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് ആ തിയറിക്ക് പേരിട്ടു. അപ്പൊ എന്താണ്? ആറ്റം കണ്ടുപിടിച്ചത് മറ്റൊരു സയന്റിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ. ആ സയന്റിസ്റ്റിന്റെ പേരപ്പം എന്താണ്? ജോൺ ഡാൾട്ടൺ. 1808 ജോൺ ഡാൾട്ടൺ ഈ ആറ്റം തിയറിയെ കുറിച്ച് കണ്ടുപിടിച്ചത്. അപ്പം ജോൺ ഡാൾട്ടൺ ഈ ആറ്റം തിയറി മാത്രമാണോ കണ്ടുപിടിച്ചത്? ആണോ? അല്ല. ജോൺ ഡാൾട്ടൺ വേറെയും തിയറീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ജോൺ ഡാൾട്ടൺ 2 ഇമ്പോർട്ടൻറ്റ് തിയറീസ് കൂടെ ഞാൻ പറയട്ടെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആരാണ് കണ്ടുപിടിച്ചത്? ഡാൾട്ടൺ തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പം ഡാൾട്ടൺ കണ്ടുപിടിച്ച 3 തിയറീസ് എന്തൊക്കെയാണ്? ഒന്ന് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, രണ്ടാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, മൂന്നാമത്തെ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പം ജോൺ ഡാൾട്ടന്റെ കാര്യങ്ങൾ നമുക്കൊരു ബേസിക് ആയിട്ട് മനസ്സിലായല്ലോ. ഈ ഡാൾട്ടൺ എന്താ അറ്റോമിക് തിയറിയെ കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്താണെന്ന് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. Dalton proposed that every substance is made up of indivisible particle called atom. ഡാൾട്ടൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെന്ന്. ഡാൾട്ടൺ പറഞ്ഞത് ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അത് എല്ലാം എന്താണ്? ആറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് ഇൻഡിവിസിബിൾ ആക്കാനും പറ്റില്ല, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമില്ലെന്ന് എന്താണ് ഡാൾട്ടൺ പറഞ്ഞു. Dalton proposed that every substance is made up of indivisible particle called atom. എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ട് നിർമ്മിച്ചതാണ്. അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊരു മാറ്റർ എടുത്താലും അതിൻ്റെ ബേസിക് പാർട്ടിക്കിൾ എന്താണ്? ആറ്റമാണ്. നമുക്കതിനെ വീണ്ടും ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റോ, ആറ്റംസ് കനോട്ട് ബി ഡിസ്ട്രോയിഡ് ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. നമുക്കൊരു ആറ്റംസിനെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ സാധിക്കില്ലെന്ന് ഡാൾട്ടൺ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റോ, all atom of an element are identical in mass and atoms of different elements have different masses and chemical properties. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു എലമെന്റിനുള്ളിലെ എല്ലാ ആറ്റംസും ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് ആകും ഉണ്ടാകുന്നത്. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സിന്റെ മാസ് സെയിം ആയിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഡിഫറെന്റ് എലമെന്റ്സിന് എന്തായിരിക്കും? ഡിഫറെന്റ് മാസസും ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. എന്താണ്? അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ഒരേപോലെയുള്ള എലമെന്റ്സിന് ഒരേപോലെ ഉള്ള മാസും കാണിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് കാണിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഈ തിയറി ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്തു? അദ്ദേഹം തിയറി പക്ഷെ പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന്റെ
എന്തെടുത്ത് തിയറിയിൽ കുറച്ച് ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച്, അതായത് ആറ്റംസിനുള്ളിലെ സ്മോളർ പാർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ദ തിയറി ഫെയിൽഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അതായത് സ്മോളർ പാർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്തെടുത്ത് ആ തിയറി അങ്ങനെയാണ് ഫെയിലായത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. Subatomic particles അല്ലെങ്കിൽ sub particles of atom. More than 30 subatomic particles are known, among which 3 namely, അതായത് നമുക്ക് ഒരുപാട് 30ഓളം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്കറിയാം. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള 3 ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഇലക്ട്രോൺ, സെക്കൻഡ് വൺ പ്രോട്ടോൺ, തേർഡ് വൺ എന്താണ് ന്യൂട്രോൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇലക്ട്രോണെ കുറിച്ച് പറയാം. ഇലക്ട്രോൺ എന്നുള്ളൊരു പദം ആരായിരിക്കും കോയിൻ ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞു ആറ്റം എന്നുള്ളൊരു പദം കോയിൻ ചെയ്തത് ഓസ്റ്റ്വാൾഡ് ആണ്. പക്ഷെ ആറ്റം കണ്ടെത്തിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്, അതാണ് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ എന്നൊരു പദം ആദ്യമായി കോയിൻ ചെയ്ത് അല്ലെങ്കിൽ ആദ്യമായി പറഞ്ഞത് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ്. ഇലക്ട്രോൺ എന്നൊരു പദം ആദ്യമായി പറഞ്ഞത് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ്. പക്ഷേ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സബറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അദ്ദേഹം ഏതൊരു എക്സ്പെരിമെന്റിലൂടെയാണ് കണ്ടുപിടിച്ചതെന്നറിയാം? അദ്ദേഹം സ്റ്റഡി ഓഫ് കാത്തോഡ് റേസിനെ കുറിച്ചാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റായ കാത്തോഡ് റേസ്, സ്റ്റഡി ഓഫ് കാത്തോഡ് റേസിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, അതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഇലക്ട്രോൺ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ദ ഇലക്ട്രോൺ ഇസ് എ സബറ്റോമിക് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ്, ഒരു ചെറിയ കണികയാണ്. ഇലക്ട്രോണിന്റെ സിമ്പൽ എന്താണ്? ഇ നെഗറ്റീവ് ഓർ ബീറ്റ നെഗറ്റീവ്, അല്ലെങ്കിൽ ഇ മൈനസ് ഓർ ബീറ്റ മൈനസ് എന്നാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് കാണുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു? ഇലക്ട്രോൺ എന്നുള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്നുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ സിമ്പൽ പഠിച്ചു. ഈ നെഗറ്റീവ് ഓർ ബീറ്റ നെഗറ്റീവ് എന്ന് പഠിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് പഠിച്ചു, നെഗറ്റീവാണ് ചാർജ് എന്ന് പഠിച്ചു. ഇലക്ട്രോൺ എന്നുള്ളൊരു പദം ആദ്യമായി കോയിൻ ചെയ്ത് ആരാന്ന് പഠിച്ചു? സ്റ്റോണിയാന്ന് പഠിച്ചു. പക്ഷേ ഇലക്ട്രോൺ കണ്ടെത്തുന്നത് ജെ തോംസൺ ആണെന്ന് പഠിച്ചു. ഇലക്ട്രോൺ കണ്ടെത്തിയത് ഏത് രീതിയിലാണ് ജെ തോംസൺ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്? സ്റ്റഡി ഓഫ് കാഥോഡ് റേസ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോൺ ഡിസ്കവേർഡ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് എന്താണ്? 9.10 × 10⁻³ കിലോഗ്രാംസ് ആണ്. അതേപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? -1.0 × 10⁻⁻19 കുളംസ് ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? പ്രോട്ടോണെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോണും ഒരു സബറ്റോമിക് പാർട്ടിക്കിളാണ് നമുക്കറിയാം. പ്രോട്ടോണിന്റെ സിമ്പൽ എന്താണ്? പി. പ്രോട്ടോണിന്റെ ഫസ്റ്റ് സിമ്പൽ പി ഓർ പി പ്ലസ്. ആ പേരിൽ തന്നെയുണ്ട്. അപ്പൊ എന്തായിരിക്കും പ്രോട്ടോണിന്റെ ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ പ്രോട്ടോൺ ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയുമോ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏത് എക്സ്പെരിമെന്റിലൂടെയാണ്? അദ്ദേഹത്തിന്റെ ആനോഡ് റേ എക്സ്പെരിമെന്റിലൂടെയാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. പ്രോട്ടോൺ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോണിന്റെ സിമ്പൽ എന്താണ്? പി ഓർ പി പ്ലസ് എന്നാണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അപ്പം ഇനിയിപ്പോൾ എന്താണ്? പ്രോട്ടോണിന്റെ മാസും പ്രോട്ടോണിന്റെ ചാർജും. പ്രോട്ടോണിന്റെ മാസ് എന്താണ്? 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? ഓൾറെഡി നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം 1.6 × 10⁻⁻19 കുളമ്പാണ്. അപ്പം പോസിറ്റീവ് ചാർജ് ആണ്, നമുക്ക് ഓൾറെഡി പോസിറ്റീവ് ചിഹ്നമാണെന്ന് അറിയാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ന്യൂട്രോണെ പറ്റി പഠിക്കാം. ന്യൂട്രോണും എന്താണ്? ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണെന്ന് അറിയാം. അപ്പൊ ന്യൂട്രോണിന്റെ സിമ്പൽ എന്താണ്? N ഓർ N നോട്ട്. അപ്പൊ നമ്മൾ നോക്കും, ന്യൂട്രോണ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താണ് ന്യൂട്രോണിൽ പറയണത്? ന്യൂട്രോൺ പോസിറ്റീവും അല്ല നെഗറ്റീവും ചാർജ് അല്ല. അപ്പൊ ന്യൂട്രൽ ആയിട്ടൊരു ചാർജാണ് ന്യൂട്രോൺ എന്ന് വന്നത്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് ന്യൂട്രോൺ, ന്യൂട്രൽ ചാർജ്. അപ്പൊ ന്യൂട്രോൺ
ആരാണ് ഡിസ്കവേർഡ് ചെയ്തത് അല്ലെങ്കിൽ ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് എന്ത് എക്സ്പെരിമെന്റിലൂടെയാണ്? റേഡിയോ ആക്ടിവിറ്റി എക്സ്പെരിമെന്റ്. അദ്ദേഹത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി എക്സ്പെരിമെന്റിലൂടെ 1932 ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ആ പേരിൽ തന്നെ, ന്യൂട്രോൺ എന്നുള്ള പേരിൽ തന്നെയുടെ ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രൽ, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്ത ചാർജാണ്. ന്യൂട്രോണിന്റെ മാസ് എന്താണ്? ന്യൂട്രോണിന്റെ മാസ് 1.67 × 10⁻⁻27 കിലോഗ്രാം. അപ്പം മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങൾ. ന്യൂട്രോൺ എല്ലാ ആറ്റംസിലും അല്ലെങ്കിൽ ന്യൂട്രോൺ എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത്? ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ്. എല്ലാ ആറ്റംസിലും ന്യൂക്ലിയസിൽ ന്യൂട്രോൺസ് ഉണ്ടാവും. പക്ഷേ ഹൈഡ്രജനിൽ മാത്രം ന്യൂട്രോൺ ഉണ്ടാവില്ല. അതെന്താ കാരണം നമുക്കിനി വരും വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് ന്യൂട്രോൺ അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോൺ, എന്താണ് ഇലക്ട്രോൺ എന്നൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാനാണ് ഇപ്പോൾ പഠിക്കണത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾ പഠിച്ചു: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോന്റെ ചാർജ് എന്താണ്? പ്രോട്ടോന്റെ സിമ്പൽ എന്താണ്? പ്രോട്ടോന്റെ സിമ്പൽ എന്താണ്? P or P+. P+ എന്ന് വരുമ്പോൾ തന്നെ അറിയാം, പേരിൽ തന്നെ ഉണ്ട് പ്രോട്ടോന്റെ സിമ്പൽ പോസിറ്റീവ് ആണ്. ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂട്രോന്റെ സിമ്പൽ എന്താണ്? N. അപ്പൊ എന്താണ്? ചാർജ് എന്താണ്? നൺ. അതായത് ഒന്നെങ്കിൽ അത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, ന്യൂട്രൽ ആണ്. അപ്പം എന്താണ്? മറക്കരുത്, ന്യൂട്രോന്റെ സിമ്പൽ N. ചാർജ് എന്താണ്? ഒന്നുമില്ല, നൺ. അടുത്തത് എന്താണ്? ഇലക്ട്രോണിന്റെ സിമ്പിൾ എന്താണ്? E നെഗറ്റീവ് എന്നാണ് ഇലക്ട്രോണിന്റെ സിമ്പിൾ. അപ്പം ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രോട്ടോൺ ആരാണ് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? J.J. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്കിനി ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് പഠിക്കാം. എന്താണ് ന്യൂക്ലിയസ് എന്ന് പഠിക്കാം. The word nucleus comes from a Latin word nucleus. ന്യൂക്ലിയസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ന്യൂക്ലിയസ് പദം വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നട്ട് അല്ലെങ്കിൽ കെർണൽ. നട്ട് അല്ലെങ്കിൽ സീഡ് അല്ലെങ്കിൽ നട്ട് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസിന്റെ അർത്ഥം. ന്യൂക്ലിയസ് ആദ്യമായി കോയിൻ ചെയ്തത് ആരാന്നറിയോ? ന്യൂക്ലിയസ് എന്നുള്ള പേരാദ്യമായി പറഞ്ഞത് ആരാന്നറിയോ? മൈക്കൽ ഫാരഡേ ആണ് ന്യൂക്ലിയസിന്റെ ഉള്ള പേര് ആദ്യമായി പറഞ്ഞത്. 1844 അല്ലെങ്കിൽ 1844 മൈക്കൽ ഫാരഡേ ആണ് ന്യൂക്ലിയസ് എന്നുള്ള പേര് ആദ്യമായി കോയിൻ ചെയ്തത്. പക്ഷെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. 1911 ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. എന്ത് എക്സ്പെരിമെന്റിലൂടെ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ന്യൂക്ലിയസ് എന്നുള്ള പദം കോയിൻ ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. 1844 ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്. 1911 ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എന്ത് എക്സ്പെരിമെന്റിലൂടെ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ. ഇത് ന്യൂക്ലിയസ് എന്നുള്ള പദം ലാറ്റിൻ വേർഡായ ന്യൂക്ലിയസ് നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം നക്സ് വേർഡ് ഫ്രം വിച്ച് ദ വേർഡ് എന്ന് പറഞ്ഞാൽ നക്സ് എന്നുള്ളൊരു വേർഡാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? നട്ട് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലേ? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ് അറിയുമോ? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എവിടെയാണ് കാണപ്പെടുന്നത്? A nucleus is a positive charged center of the atom consisting of protons and neutrons. അതായത് ആറ്റംസിന്റെ സെന്ററിലാണ് ഈ ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ചുറ്റിനും എന്തുണ്ടാവും? പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങിയിട്ടുള്ള ഈ ന്യൂക്ലിയസ് എവിടെയാണ്? ആറ്റത്തിന്റെ സെന്ററിലാണ് കാണപ്പെടുന്നത്. അപ്പം ഈ ന്യൂക്ലിയസിന് ഒരു പേര് പറയും. എന്താണ്? അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടും. ന്യൂക്ലിയസിനെ എന്താണ് അറിയപ്പെടുന്നത്? ന്യൂക്ലിയസ് ഈസ് ഓൾസോ നോൺ ആസ് അറ്റോമിക് ന്യൂക്ലിയസ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു? ആറ്റത്തിന്റെ സെന്ററിൽ, പോസിറ്റീവ് ചാർജ് സെന്ററിലായ ആറ്റത്തിന്റെ എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങിയിട്ടുള്ള ആ ഭാഗത്ത് ന്യൂക്ലിയസും ഉണ്ടാവും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ചെയ്തില്ലേ? ഇനി വരുന്ന സെക്ഷൻസ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ആറ്റം മോഡൽസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഡാൾട്ടൺ മോഡലിന് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ്
അങ്ങനെയാണ് ആറ്റം മോഡൽസ് വന്നത്. അപ്പൊ ആറ്റം ഏതൊക്കെ തരം ആറ്റം മോഡൽസ് ഉണ്ട്? 3 തരമുണ്ട്. ജെ തോംസൺ അറ്റോമിക് മോഡൽ, റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ, ബോസ് അറ്റോമിക് മോഡൽ. അപ്പൊ എന്താണ് ഇതൊക്കെ, അവരുടെയൊക്കെ അറ്റോമിക് മോഡൽസ് എന്താണെന്ന് നെക്സ്റ്റ് പഠിക്കാം. ഫസ്റ്റ് തന്നെ ജെ തോംസൺ അറ്റോമിക് മോഡൽ, തോംസൺസ് അറ്റോമിക് മോഡലിനെ കുറിച്ച് പഠിക്കാം. 1897 തോംസൺ അറ്റോമിക് മോഡൽ കണ്ടുപിടിക്കുന്നത്. ജെ തോംസന്റെ അറ്റോമിക് മോഡൽ ഏത് ഇയറിലാണ്? 1897 തോംസന്റെ അറ്റോമിക് മോഡൽ വരുന്നത്. ജെ തോംസൺ എന്നൊരു പേര് കേട്ടപ്പോൾ കുറച്ചു മുന്നേ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ജെ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ മറക്കണ്ട, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം തോംസന്റെ അറ്റോമിക് മോഡലിലേക്ക് നമ്മൾ പോവുകയാണ്. Thomson proposed that the model of an atom is similar to that of plum pudding model of watermelon model. തോംസന്റെ അറ്റോമിക് മോഡൽ എന്തുമായിട്ട് സിമിലർ ആയിരുന്നു? ഒരു പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലോൺ മോഡൽ, തണ്ണിമത്തന്റെ മോഡൽ അല്ലെങ്കിൽ പുഡിങ്ങിന്റെ മോഡൽ പോലെയായിരുന്നു തോംസൺ പറഞ്ഞ അറ്റോമിക് മോഡൽ. അപ്പം തോംസൺ എന്താണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു തോംസൺ മോഡൽ ഹി സജസ്റ്റഡ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ് സ്പിയർ. അതായത് തോംസൺ പറഞ്ഞു, അതായത് ഇലക്ട്രോൺസ് എന്താണ് ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും എംബഡഡ് പോസിറ്റീവ് ചാർജിന് ചുറ്റുമാണ് ഉണ്ടാവുന്നത് എന്നാണ് തോംസൺ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഈ തണ്ണിമത്തന്റെ കേസ് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അപ്പൊ നമ്മുടെ ഒരു വാട്ടർമെലോൺ മുറിച്ച് നോക്കുക, തണ്ണിമത്തം മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം റെഡ് കളറും ബ്ലാക്ക് കുരുകളും ഉണ്ടെന്ന്. അപ്പം ഈ റെഡ് കളർ ഭാഗമല്ല എന്താണ് പോസിറ്റീവ് ആണെന്നും അതിൽ ഈ സൈഡിലെ ഓരോ ഭാഗത്തായിട്ട് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നൊക്കെ ഇലക്ട്രോൺസ് എംബഡഡ് ചെയ്തിടുന്നെന്നാണ് തോംസൺ പറഞ്ഞത്. Further, Thomson said that negative and positive charges are equal in magnitude, that thus atom as a whole is electrically neutral. തോംസൺ പറഞ്ഞ എന്താണ്? ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജും എന്താണ് ഈ മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയിരിക്കും. അങ്ങനെ എന്താണ് ഈ ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് തോംസൺ പറഞ്ഞത്. ശരിയാണോ തോംസൺ പറഞ്ഞത്? തോംസൺ പറഞ്ഞതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം തോംസന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാന്ന് നോക്കാം. തോംസൺ എന്താണ് ഈ ആറ്റം മോഡൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റം സ്റ്റെബിലിറ്റിനെ കുറിച്ച് തോംസന് പറയാൻ സാധിച്ചില്ല. ആറ്റം സ്റ്റെബിലിറ്റിനെ കുറിച്ച് പക്ഷെ ന്യൂട്രൽ ആണെന്ന് തോംസൺ പറഞ്ഞു. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്, അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. The theory did not mention anything about the nucleus of an atom. ന്യൂക്ലിയസിനെ പറ്റിയിട്ട് ഈ തിയറി പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസിനെ കുറിച്ചും ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയസ് ആയതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ഈ മോഡൽസ് ഒക്കെ പരിഹരിച്ചുകൊണ്ടാണ് റുദർഫോർഡ് വരുന്നത്. അതായത് 1909 ജെ തോംസന്റെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ആരുടെ മോഡൽ വരുന്നു? റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ വന്നു. റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ ഏത് ഇയറിലാണ്? 1909. അപ്പൊ ജെ തോംസന്റെ ഏതായിരുന്നു? 1897 അപ്പൊ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് റുദർഫോർഡ് അറ്റോമിക് മോഡൽ വന്നു. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തി ആരാന്നറിയോ? ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. Ernest Rutherford is popularly known as father of nuclear physics. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എർണസ്റ്റ് റുദർഫോർഡ് ആണ്. റുദർഫോർഡ് എന്താണ് പറഞ്ഞത്? റുദർഫോർഡ് said that an atom there is a positively charged center known as nucleus. അദ്ദേഹം പറഞ്ഞു എന്താണ്? ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടൊരു സെന്റർ ഉണ്ട്, അതിൽ ആ സെന്ററിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ജെ തോംസൺ അത് പറയാൻ പറ്റുമോ? ഇല്ല. തോംസന്റെ ആറ്റം മോഡലില് തോംസന്റെ ആറ്റം മോഡലിൽ ന്യൂക്ലിയസിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ റുദർഫോർഡ് ഇവിടെ ന്യൂക്ലിയസിനെ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആരായിരുന്നു ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിരുന്നത്? റുദർഫോർഡ് ആയിരുന്നു ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. Atom nucleus is surrounded by negatively charged particle called electrons. The electrons revolve around the nucleus in a fixed circular path at very high speed. These fixed circular paths are termed as orbit. അദ്ദേഹം പറഞ്ഞു പോസിറ്റീവ് ചാർജായ നമ്മുടെ ആറ്റത്തിന്റെ സെന്ററിൽ ഉണ്ടായ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺസ് എന്താണ് ചുറ്റും കറങ്ങുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് എന്താണ് ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലാണ്, നല്ല സ്പീഡിൽ ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഈ സർക്കുലർ പാത്തിനെ ഓർബിറ്റ്സ് എന്നാണ് അദ്ദേഹം നാമം ചെയ്തത്.
അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം എന്താണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് നല്ല സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിൽ കടന്ന് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സർക്കുലർ പാത്തിനും അദ്ദേഹം പേരിട്ടു ഓർബിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? The size of the nucleus of an atom is small in comparison to total size of the atom. അതായത് ആറ്റത്തിന്റെ സൈസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ്, വളരെ ചെറുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്ന പോരായ്മകൾ. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. റുദർഫോർഡിന്റെ ഡ്രോബാക്സ്. Rutherford's model was unable to explain the stability of an atom. അതെ, ജെ തോമസിന്റെ പോലെ തന്നെ റുദർഫോർഡിന്റെ മോഡലിന് എന്താണ്, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ റുദർഫോർഡിന് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റുദർഫോർഡ്സ് തിയറി വാസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് ഇറ്റ് ഡിഡ് നോട്ട് മെൻഷൻ എനിത്തിങ് അബൌട്ട് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റ്. റുദർഫോർഡ് പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഹൈ സ്പീഡായിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരാണ് ഓർബിറ്റ് എന്ന്. പക്ഷേ ഈ ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്സ്, ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ചുറ്റുന്നുണ്ട്, എത്ര ഇലക്ട്രോൺസിന്റെ കാര്യങ്ങളോ അറേഞ്ച്മെന്റോ ഒന്നും റുദർഫോർഡിന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. റുദർഫോർഡിന്റെ ആറ്റം മോഡലില് ഒരു ഡ്രോബാക്ക്, ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായത്. അപ്പം റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ ചെറുതായിട്ടൊന്ന് ഡ്രോബാക്ക് ഒക്കെ ഒന്ന് മാറ്റി ചെറുതായ ആറ്റം മോഡലിൽ ഒന്ന് ശരിയാക്കി നമ്മുടെ ബോസ് ആറ്റം മോഡൽ വന്നു. അപ്പൊ ബോസ് ആറ്റം മോഡലാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആറ്റം മോഡൽ. ബോർ ഏത് ഇയറിലാണ് ആറ്റം മോഡൽ പ്രൊപ്പോസ് ചെയ്തത്? 1913 ബോസ് ആറ്റം മോഡൽ പ്രൊപ്പോസ് ചെയ്തത്. ബോറിന്റെ ഫുൾ നെയിം എന്താണ്? നീൽ ബോർ. നീൽ ബോർ ആണ് 1913 ബോസ് ആറ്റം പ്രൊപ്പോസ് ചെയ്തത്. ആറ്റം മോഡലിന്റെ പേര് ബോസ് മോഡൽ ഓഫ് ആൻ ആറ്റം എന്നാണ് പേര്. അദ്ദേഹം എന്തെടുത്തു? റുദർഫോർഡിന്റെ ആറ്റംസിന്റെ പ്രശ്നങ്ങളും ലിമിറ്റേഷൻസും ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻ റുദർഫോർഡ് മോഡൽ, റുദർഫോർഡ് എക്സ്പ്ലെയിൻ ഇൻ ആൻ ആറ്റം എ ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. അപ്പൊ റുദർഫോർഡിൽ എന്താണ് പറഞ്ഞത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആയ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ പാത്തിനെ എന്താണ് ഓർബിറ്റ് എന്നും ആര് പറഞ്ഞിരുന്നു? ആ പാത്തിനെ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞിരുന്നു. Bohr modified Rutherford's model where he explained that electrons move around in a fixed orbital shells. അതായത് ബോർ എന്ത് പറഞ്ഞു? ഈ പറയുന്ന ഓർബിറ്റ്സിന് ഈ പറയുന്ന പാത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഷെൽസിലാണ് മൂവ് ചെയ്യുന്നത്. ഫിക്സഡ് പാത്ത് ഉണ്ട് ഈ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാന്ന് ബോർ തിരുത്തി പറഞ്ഞു. He explained that each orbital shells has fixed energy level. അദ്ദേഹം പറഞ്ഞു ഓരോ ഓർബിറ്റൽ ഷെൽ, അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതിൽ ഓരോ പാത്തിനും ഓരോ ഫിക്സഡ് എനർജി ലെവൽസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. Therefore, Rutherford basically explained a nucleus of an atom, whereas Bohr took the model one step ahead. He explained about electrons and different energy level associated with it. വളരെ സിമ്പിൾ ആണ്. ഒരുപാട് പോയിന്റ്സ് എഴുതിയെന്ന് വെച്ചിട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ടെൻഷൻ അടിക്കണ്ട. ഇത്രയും വലിയ പാരഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. റുദർഫോർഡ് മോഡൽ എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ആയ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്, ആ പാത്തിനെ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞു. ബോർ എന്താണ് അതിലൊരു ചെറിയൊരു മാറ്റം വെച്ച് എന്താണ്? ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരു ഫിക്സഡ് ലെവൽ അല്ലെങ്കിൽ ഫിക്സഡ് എനർജി ലെവൽ അല്ലെങ്കിൽ ഫിക്സഡ് ഓർബിറ്റൽ ഷെൽസിലാണ് പോകുന്നത്. ഈ ഓരോ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഓരോ ഓർബിറ്റൽ ലെവൽസ് ഉണ്ടാവുമല്ലോ, ഈ ഓരോ ഓർബിറ്റൽ ലെവൽസിന് ഫിക്സഡ് എനർജി ലെവൽസ് ഉണ്ടെന്ന് ബോർ പറഞ്ഞു. അപ്പം എന്താണ് ബോർ പറഞ്ഞത്? ഒരു ചെറിയൊരു റുദർഫോർഡിനെക്കാട്ടി കുറച്ച് മുന്നേ പറഞ്ഞു അതായത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങണ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഫിക്സഡ് എനർജി ലെവൽസ് ഉണ്ട്, ഫിക്സഡ് ഷെൽസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഓരോ ലെവൽസിനും ഓരോ ഷെൽസിനും എന്താണ് പല ഡിഫറെന്റ് എനർജി ലെവൽസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം ബോസ് അറ്റോമിക് മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്. ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്
or shells or energy level. അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണ് ഒരു സർക്കുലർ ഫിക്സഡ് ആയിട്ട് ഓരോ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്, ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന്. Every circular orbit will have certain amount of fixed energy and these circular orbits were termed as orbital shells. എല്ലാ സർക്കുലർ അതായത് ഓരോ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഈ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്സ് ഉണ്ടല്ലോ ഇതിനൊരു ഫിക്സഡ് എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവൽസ് ഫിക്സ് അടങ്ങിയിട്ടുള്ള ഈ ഓർബിറ്റ്സിനെ ഓർബിറ്റൽ ഷെൽസ് എന്നാണ് പറയപ്പെടുന്നത്. The electrons will not radiate energy as long as they continue to revolve around the nucleus in a fixed orbit shells. ഇലക്ട്രോൺസ് എന്താണ് ഒരുപാട് നേരം ഈ എനർജി റേഡിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ എത്രത്തോളം ഇങ്ങനെ കറങ്ങുന്നുണ്ടോ അതിന് ഓരോന്നിനും ഓരോ ഫിക്സഡ് ഓർബിറ്റൽ ഷെൽസിനനുസരിച്ചുള്ള എനർജി മാത്രമേ റേഡിയേറ്റ് ചെയ്യാൻ പറ്റൂ. ബോർ എന്താണ് പറഞ്ഞത്? ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. ഈ സർക്കുലർ പാത്തിന് ഫിക്സഡ് ആയിട്ടുള്ള ഓരോ ലെവലിനും ഓരോ എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഇത് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദ ഡിഫറെന്റ് എനർജി ലെവൽസ് ഓഫ് ഓർബിറ്റ്സ് ആർ റെപ്രസെന്റഡ് ഇൻ two ways such as 1, 2, 3, 4 or K, L, M, N shells. അതായത് അദ്ദേഹം പറഞ്ഞില്ലേ നമ്മൾ ഓരോ എനർജി പാത്ത് ഉണ്ട്, അതായത് ഓരോ ലെവൽസ് ഉണ്ട്, എനർജി ലെവൽസ് ഉണ്ട്. അപ്പം ഈ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഈ ഓർബിറ്റ്സിന് അദ്ദേഹം എന്തെടുത്ത് രണ്ട് രീതിയിൽ പേര് കൊടുത്തു. അല്ലെങ്കിൽ 1, 2, 3, 4 അല്ലെങ്കിൽ K, L, M, N എന്ന് ഓരോ ഷെല്ലിനും പേര് കൊടുത്തു. ഏറ്റവും കുറവുള്ള എനർജി ലെവൽ അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ള ഓർബിറ്റിനെ അദ്ദേഹം എന്ത് പേരിട്ടത്? ഏറ്റവും കുറവുള്ള ഓർബിറ്റിനെ അദ്ദേഹം എന്തെടുത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓർബിറ്റൽ ഷെൽ അല്ലെങ്കിൽ ഫസ്റ്റ് എനർജി ലെവലുള്ളതിനെ അദ്ദേഹം എന്തെടുത്ത് കെ ഷെൽ എന്ന് കൊടുത്തു. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോണെ വരെ ഹോൾഡ് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. സെക്കൻഡ് ഓർബിറ്റ് ഷെല്ലിന് അദ്ദേഹം എന്തെടുത്തു? എൽ ഷെൽ എന്ന് കൊടുത്തു. എൽ ഷെൽ അതിന് എത്ര ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാം? 8 ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഓർബിറ്റിൽ അദ്ദേഹം എത്ര പേര് കൊടുത്ത എന്താണ്? എം ഷെൽ എന്ന് കൊടുത്തു. ആ ഓർബിറ്റിൽ 18 ഇലക്ട്രോൺസിനെ വരെ ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞു. നാലാമത്തെ ഓർബിറ്റിലോ അദ്ദേഹം എൻ ഷെൽ എന്ന് കൊടുത്തു. അതില് 32 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി ബോറിന്റെ രീതിയിൽ ആറ്റം മോഡൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ ഓർബിറ്റ് ഫിക്സഡ് ഓർബിറ്റിൽ എല്ലാ ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനും ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട്. ഈ ഫിക്സഡ് പാത്തുള്ളതിന് ഓരോ പാത്തിനും ഓരോ എനർജി ലെവലാണ്. ഈ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഈ ഓർബിറ്റൽ ഷെൽസിന് അദ്ദേഹം എന്തെടുത്ത് ഓരോ പേര് കൊടുത്തു. ഫസ്റ്റ് ഓർബിറ്റൽ ഷെൽ അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓർബിറ്റൽ ഷെല്ലിന് അദ്ദേഹം കെ ഷെൽ എന്നും 8 ഇലക്ട്രോണിനെ മാത്രം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഓർബിറ്റൽ ഷെല്ലിന് അദ്ദേഹം എൽ ഷെൽ എന്നും 18 ഇലക്ട്രോൺ മാത്രം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഓർബിറ്റൽ ഷെല്ലിനെ അദ്ദേഹം എം ഷെൽ എന്നും അതേപോലെ ലാസ്റ്റ് 32 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നതിന് എൻ ഷെൽ എന്നും കൊടുത്തു. അപ്പൊ ഇത്രയുമാണ് ബോർ പറഞ്ഞ അറ്റോമിക് മോഡൽ. അപ്പൊ ബോറിന്റെ അറ്റോമിക് മോഡൽ നോക്കൂ. അതായത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിനാണ്. അതിന് ഓരോ സർക്കുലർ പാത്ത് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിനെ അദ്ദേഹം കെ അല്ലെങ്കിൽ 1 എന്ന് കൊടുത്തു. സെക്കൻഡ് ഷെല്ലിനെ അദ്ദേഹം എൽ ഷെൽ എന്ന് കൊടുത്തു. തേർഡ് ഷെല്ലിന് എം ഷെൽ എന്ന് കൊടുത്തു. ഫോർത്ത് ഷെല്ലിനെ എൻ ഷെൽ എന്ന് കൊടുത്തു. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വിചാരിച്ചു ഇത്രയും നേരം നമ്മൾ ആറ്റംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങളെ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ആറ്റംസിനെ കുറിച്ച് പറയാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ആറ്റംസിനെ കുറിച്ച് പഠിക്കുന്നതല്ലേ കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ നമുക്ക് എന്താണ് ആറ്റംസ് എന്ന് നോക്കാം. Atom is a fundamental unit of matter. Everything in the universe except energy is made up of matter. എന്താണ്? നമ്മളുടെ ചുറ്റും. അപ്പം ഈ മാറ്റർ എന്താണ്? നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന എല്ലാം, ഈ ബോർഡ് ആണെങ്കിലും പെന്നാണെങ്കിലും ബുക്സ് ആണെങ്കിലും എല്ലാം എന്താണ്? മാറ്റർ. അതായത് നിശ്ചിതമായ ഒരു മാസും വോളിയുമുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും? മാറ്റർ എന്ന് പറയും. ഭാരവും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസുമുള്ള എല്ലാ വസ്തുവിനെയും എന്ത്? മാറ്റർ എന്ന് പറയും. ഈ മാറ്റർ
മാറ്റർ എന്ന് പറയും. ഈ മാറ്ററിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളായ ആറ്റംസ്, ഈ മാറ്ററിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സാക്ട്ലി എന്താണ് എക്സ്ട്രീംലി സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ ഇസ് കോൾഡ് ആറ്റംസ്. അപ്പൊ എന്താണ് വളരെ ചെറിയ കണികകളാണ് ആറ്റംസ് എന്ന് പറയുന്നത്. എനർജി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മുടെ യൂണിവേഴ്സിലുള്ളത് എല്ലാം എന്താണ് ആറ്റംസ് കൊണ്ട് മേഡപ്പ് ആണ്. അപ്പൊ ആറ്റംസിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പൊ ആറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്ക് ചുറ്റും എന്താണ്, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം ഒരു ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം, എക്സെപ്റ്റ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്താണ് ആറ്റം എന്ന്? വളരെ ബേസിക് ആയിട്ടൊരു ക്ലാസ് ആണ്. അപ്പം ആർക്കും ഒരാൾക്ക് ആറ്റത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ ഐഡിയാസ് കിട്ടും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആറ്റംസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇനി കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് കാണാം. അപ്പം എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.